ഇവയോടൊപ്പമുള്ള പ്രധാന വാർത്തയാണ് 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നടക്കും. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം മറ്റ് കേരളത്തിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമോ എന്നുള്ള ആകാംക്ഷയുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയ്, തീർച്ചയായും വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ ലഭ്യമായി വിവരം. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വാർത്താ ഏജൻസി ANA ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. 3 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിലൂടെ ഹരിയാന, ജമ്മു കശ്മീർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഹരിയാനയിലെ, മഹാരാഷ്ട്രയിലെ നിയമസഭകളുടെ കാലാവധി നവംബർ 3-ന് ഹരിയാനയുടെ, അതോടൊപ്പം തന്നെ നവംബർ 26-ന് മഹാരാഷ്ട്രയുടെയും നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും ഈ 4 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ജമ്മു കശ്മീരിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നത് തന്നെയാണ്. നേരത്തെ സുപ്രീം കോടതി സെപ്റ്റംബർ 30-ന് മുമ്പായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്തായാലും 2014-ന് ശേഷം 10 വർഷത്തിനിപ്പുറമാണ് ആ രീതിയിൽ വരികയാണെങ്കിൽ ജമ്മു കശ്മീർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ജമ്മു കശ്മീരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ സുപ്രീം കോടതി സെപ്റ്റംബർ 30-ന് മുമ്പായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. അത് അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. എന്തായാലും ഈ 4 സംസ്ഥാനങ്ങൾ, ഹരിയാന, മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ, ജാർഖണ്ഡ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ ഫിജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുമെന്നതും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയുണ്ട്. നേരത്തെ വയനാട്ടിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധി നേരത്തെ ഈ ലോക്സഭാ അംഗത്വം രാജിവെച്ചിരുന്നു. വയനാട്ടിലെ 2 സംസ്ഥാനങ്ങൾ അദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു മത്സരിച്ചത്. 2ഇടത്തും വിജയിച്ചതിനെ തുടർന്നാണ് വയനാട്ടിലെ അംഗത്വം അദ്ദേഹം രാജിവെച്ചത്. ആ ഒരു ഘട്ടത്തിലാണ് വയനാട്ടിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത്. ആ തീയതി ഉണ്ടാകുമോ എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും വൈകിട്ട് 3 മണിക്ക് സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വരും. ഈ 4 സംസ്ഥാനങ്ങളിലെ ഹരിയാന, ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ, ജമ്മു കശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുക. ഉത്തർപ്രദേശിലെ ഹരിയാന, ജമ്മു കശ്മീർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഈ 4 സംസ്ഥാനങ്ങളാണ്. ഈ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുന്നത്. നിയമസഭയുടെ കാലാവധി തീരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെപ്റ്റംബർ 30-ന് മുമ്പായി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത്. ഫിജി. ശരി ഉണ്ണി, 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും.